അഡ്വക്കേറ്റ് മനോജ് പാല, ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ SITയുടെ അന്വേഷണം. അതൊരു സ്വതന്ത്ര സംവിധാനമാണ് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നു ഈ തന്ത്രിയാണ് ഇതിന്റെ ആസൂത്രകൻ എന്ന്. അങ്ങനെയാണെങ്കിൽ തന്ത്രിയിലേക്ക് എത്താൻ SITക്ക് പരിമിതികളുണ്ട് എന്നാണോ അങ്ങ് കരുതുന്നത്? അതോ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യമായിട്ടാണോ അങ്ങ് കാണുന്നത്? അങ്ങനെയെങ്കിൽ CBI വരിക എന്നതാണോ താങ്കളും മുന്നിൽ കാണുന്നത്? CBI ഇപ്പോൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മറ്റൊരു രൂപത്തിലാണ്. അല്ല, ഈ തന്ത്രിയെ പോലുള്ള ആളുകളാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു കാരണവശാലും CBI അന്വേഷിച്ചാലും പിടിക്കുമെന്ന് ഒരു വിശ്വാസം എനിക്കില്ല. ഞാനിത് പറയുന്നത് എന്നാ വെച്ചാൽ 1998 വിജയം മല്യ ഈ താഴികക്കുടവും ഇത് ശബരിമല ശ്രീകോവിലും എല്ലാം സ്വർണം പൊതിഞ്ഞു കൊടുത്ത സമയത്ത് അവിടെ കുംഭാഭിഷേകം നടത്തിയാണ്. അന്ന് കണ്ഠര് മഹേശ്വർ അദ്ദേഹത്തിൻ്റെ മകൻ മോഹനരുമാണ് അന്ന് ഈ കുംഭാഭിഷേകം നടത്തിയത്. അതിനുശേഷം 2017 ഈ കൊടിമര പ്രതിഷ്ഠയുടെ മറവിലാണ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ 3 താഴികക്കുടങ്ങളും മറ്റ് അതിൻ്റെ മുഖമണ്ഡപത്തിലെ താഴികക്കുടങ്ങളും അഴിച്ചെടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ 18-ാം പടിയിലെ മണികളും എല്ലാം കൂടെ അഴിച്ചെടുത്ത്, ഇതിന് ആരും അറിയാതെയാണ്, ഇതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങുകയോ ഒന്നും ചെയ്യാതെ ഇത് അഴിച്ചെടുത്ത് പമ്പയിൽ കൊണ്ടുപോയാണ് റിപ്പയർ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. പമ്പയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് ഈ തിരിച്ചു കൊണ്ടുവച്ച സാധനങ്ങൾ, തിരിച്ചു കൊണ്ടുവച്ച ഈ മണിയും താഴികക്കുടങ്ങളും എല്ലാം ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഈ വരുന്ന വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇത് 100% ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടൊരു അന്വേഷണം നടത്തണം. ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ ഈ കട്ടളയും കട്ടളപ്പാളികളും അഴിച്ചെടുത്ത് കൊണ്ടുപോയച്ച് വേറൊരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ കട്ടളപ്പാളികൾ എവിടെ? അത് പിടിച്ചെടുക്കണ്ടേ? അത് തെളിവല്ലേ? അത് തെളിവെടുക്കാനായിട്ട് ആ കട്ടളപ്പാളികൾ ആ കട്ടളപ്പാളികൾ പിടിച്ചെടുത്ത് അന്വേഷണം നടത്തണം. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനകത്ത് നമ്മൾ ദ്വാരപാലക ശില്പത്തിലേക്ക് മാത്രം കൊണ്ടുപോകുമ്പോൾ ഇത് ശബരിമല തന്ത്രി അറിയാതെ ഒരു കാര്യവും ശബരിമല നടക്കുക ഏത് സാധനം അഴിച്ചെടുക്കണേലും തന്ത്രിയുടെ അനുവാദം വാങ്ങിയിട്ടേ ഇത് എടുത്തുകൊണ്ട് പോകാൻ പാടുള്ളൂ. തന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇതിൽ എടുത്തുകൊണ്ട് പോകുന്നത്. തന്ത്രിയാണ് പറഞ്ഞത് ഈ കൊടിമരത്തിന് ജീർണതയുണ്ടെന്ന് പറഞ്ഞ തന്ത്രിയാണ്. തന്ത്രി അത് കഴിഞ്ഞിട്ട് കൊടിമര പ്രതിഷ്ഠ നടത്തിയപ്പോഴേക്കും അതിനകത്തെ വായുവാഹനം എടുത്തുകൊണ്ട് പോയ തന്ത്രിയാണ്. തന്ത്രിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ട് പോയത്. തന്ത്രിക്ക് അവകാശമുണ്ട്. സാധാരണഗതിയിൽ തന്ത്രിക്ക് അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത് തന്ത്രി അത് വാങ്ങിയിട്ട് ദേവസ്വത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് ഇത് ദേവസ്വത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് വർഷങ്ങളായി കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പുരാതനമായ വായുവാഹനമായതുകൊണ്ട് അതിനകത്ത് ഈ ഇറിഡിയം പോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ വില എത്രയാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് 500 കോടി 1000 കോടിയൊക്കെ വിലയുള്ള സാധനമാണ്. ഈ സാധനം എല്ലാം കൂടെ ഇത് ഹൈദരാബാദിലെ ഒരു വ്യവസായിക്കാണ് ഇത് കൊടുത്തതെന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് ഇത് തിരിച്ചു കൊണ്ടുവന്ന് ഞാനിത് തിരിച്ചു കൊടുത്തേക്കാൻ തന്ത്രി പറയുന്നുണ്ട്. ഞാൻ ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുത്താക്കി. തിരിച്ചു കൊടുക്കുന്ന സാധനം ദേവസ്വം ബോർഡിന് ഇത് ഇപ്പം വാങ്ങിക്കാൻ പറ്റില്ല. ഇത് ദേവസ്വം ബോർഡ് എങ്ങനെ ഇത് വാങ്ങിക്കുന്നത്? ഇത് വാങ്ങിക്കണമെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുള്ള സമയം ഇതിൻ്റെ മൂല്യം തിട്ടപ്പെടുത്തണം. അന്ന് കൊണ്ടുപോയ സാധനമാണോ എന്ന് തിട്ടപ്പെടുത്തണം. അതുപോലുള്ള പ്രശ്നങ്ങൾ, അതുപോലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ശബരിമലയിൽ എന്ത് നടന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. തന്ത്രിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല. തന്ത്രി അറിയാതെ ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. ഒരു പരിഹാരക്രിയ അവിടെ എന്തെങ്കിലും പറയുമ്പോൾ SIT അന്വേഷിച്ചാലും ശരിയാവില്ല, CBI വന്നാലും ശരിയാവില്ല എന്ന് പറയുമ്പോൾ ആരന്വേഷിക്കും പിന്നെ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഈ SIT അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ഇത് കണ്ടെത്താൻ കഴിയും. പിന്നെ ഇത്രയും ഉന്നതരായ ആളുകൾ ഇതിനകത്തുള്ളപ്പോൾ ഇവർക്കെല്ലാം ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനങ്ങളും, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും അമിതമായ രാഷ്ട്രീയ സ്വാധീനങ്ങളും ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിലെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിലെല്ലാം ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഏത് ആര് എന്നാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോട്ടോ, പ്രത്യേകിച്ച് ഒരു തിരുമ അത് രണ്ടു കൂട്ടരും കരുതുന്നില്ല, പക്ഷെ പറഞ്ഞു പോകുന്നത് അത് ശരിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.